മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും മാവേലി നാടുവാണിടും കാലം ആമോദത്തോടെ വസിക്കും കാലം. പാട്ടും കൂത്തും സംഗീതവും മേളവും ഓടാഘോഷവും പുലികളിയും ഇതേതാണ് സ്ഥലം രാമ? എടപ്പള്ളി ബ്രാഹ്മണ സമൂഹമാണ്. ഓ, കേട്ടിട്ടുണ്ട് ധാരാളം. ചങ്ങമ്പുഴയുടെ നാടല്ലേ? പിന്നെ കൃഷ്ണയ്യർ, വെങ്കടേശ്വരയ്യർ, അനന്തസുബ്രഹ്മണ്യം, നവനീത കൃഷ്ണൻ ഏവരും ഉണ്ടല്ലോ. എല്ലാവരെയും അറിയാം. എല്ലാവർക്കും മംഗളം. ആട്ടെ രാമ, എന്താണ് വിശേഷം? ഇത് നമ്മുടെ സമൂഹത്തിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് ആണ്. അതെന്താ ആനുവൽ ഡേ സെലിബ്രേഷൻ? ആംഗലം തീരെ വശമില്ല. ഒന്നുകൂടി പറഞ്ഞാൽ കൊള്ളാം. വാർഷിക ആഘോഷങ്ങളാണ് തിരുമനസേ. ഹായ് ഹായ്, കേമമായി. എന്താ ഒരു വിശേഷം? ആഘോഷങ്ങളും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലോ. സദ്യവട്ടങ്ങളും ഉണ്ടാവും അല്ലേ രാമ? വളരെ കേമമായിട്ട് ഉണ്ടാക്കി വരുന്നുണ്ട്. അതെ, എന്തൊക്കെയാണാവോ വിഭവങ്ങൾ? കറികൾ, ഐസ്ക്രീം മുതലായ എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ നമ്മളെയും പന്തി ഭോജനത്തിൽ ക്ഷണിച്ചിട്ടുമുണ്ട്. സന്തോഷമായി, വളരെ സന്തോഷമായി. ആട്ടെ രാമ, ഞാൻ വരുമ്പോഴത്തേക്ക് പലരുടെയും മുഖം ശ്രദ്ധിച്ചു. അല്പം മ്ലാനതയും ആശങ്കയും ഉള്ളതായി കണ്ടു. എന്താണായിരിക്കാം കാരണം? നമ്മുടെ ഭരണകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പഴയ കാലം ഒക്കെ കുറെ മാറിപ്പോയിട്ടുണ്ട് തിരുമലസേ. അടിയനോട് കൊടുക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഔദ്യോഗിക ഔന്നതിക്കും സാമ്പത്തികമായ സ്ഥിരതയ്ക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കേണ്ട സന്ദർഭങ്ങളിലാണ് എല്ലാ കുടുംബങ്ങളും വരുന്നത്. മനസ്സിലായില്ല. അതായത് എങ്ങനെ തെളിച്ചു പറയാന്ന് വെച്ചാല്, പല കാര്യങ്ങളും നേടുന്നതിനായി എളുപ്പ വഴികൾ ശ്രമിച്ച് പലപ്പോഴും അബദ്ധങ്ങൾ ചെന്ന് ചാടുകയും ആ ചാട്ടത്തിൽ ഒടിവ് പറ്റി വീണ് തിരിച്ച് കരകയറാനായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കാതെ വരികയും ചെയ്ത് കൂട്ടത്തിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുവാനുള്ള സന്മനസ് പോലും കാണിക്കാത്ത ഒത്തിരി പ്രജകൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശിവ ശിവ, വിവേകവും വിവേചന ബുദ്ധിയുമുള്ള മനുഷ്യർ ഇങ്ങനെ ആപത്തിൽ ചെന്ന് ചാടുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ആശ്ചര്യം തോന്നുകയാണ്. ആട്ടെ രാമ, സുഖദുഃഖം കലർന്നതല്ലേ ജീവിതം? അതെ, സുഖവും സന്തോഷവും കൂട്ടരുമായി നാം പങ്കുവെക്കുമ്പോൾ നമുക്ക് സുഖവും സന്തോഷവും ഇരട്ടിക്കുകയല്ലേ? അതുപോലെ ദുഃഖങ്ങൾ പങ്കുവെക്കുക. തീർച്ചയായിട്ടും ആ ദുഃഖത്തിനൊരു ശമനം ഉണ്ടാകും. എന്നാൽ പിന്നെ ഈശ്വര വിശ്വാസം, ഈശ്വര ധ്യാനത്തിലൂടെ
നമ്മുടെ മനസ്സിന് കിട്ടുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഈ സമൂഹം പോലെ ഇത്രയും ഈശ്വര സാന്നിധ്യമുള്ള ഈ സമൂഹത്തിൽ, ഈശ്വര ധ്യാനത്തിൽ നമുക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുള്ള സമയം കണ്ടെത്തുക. സമയം നമ്മുടെ കൈവശമല്ലേ? സമയം വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ സുഖം, സന്തോഷം മാത്രമല്ല ആരോഗ്യവും കൂടി കിട്ടും. സമൂഹമഠത്തിന്റെ ആവശ്യകത എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. രാമനും നാമും മാത്രമായാൽ സമൂഹമഠം ആവില്ല. സമൂഹമഠം എന്ന് പറയുന്നത് ഒരു ഒത്തുകൂടലിനുള്ള സ്ഥലമാണ്. പൊതുകാര്യങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ ചർച്ച ചെയ്ത് ഏവരുടെയും ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു വേദിയാണ് സമൂഹമഠം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന വളരെ വിവരവും അറിവും അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള വാക്കുകൾക്കും ആശ്വാസം തരാൻ തീർച്ചയായും സാധിക്കും. അതാണ് വേണ്ടത്. രാമ, ഒരു ഐകമത്യ സൂക്തം പറയുന്നുണ്ട്. സംഗച്ഛദ്വം സംവദദ്വം സംവോ മനാംസി ജാനത. രാമന് മനസ്സിലായോ? അതായത് നാം ഏവരും ഒരേ പാതയിൽ മുന്നേറി ഒരേ സ്വരത്തിൽ സംവദിച്ച് ഒരേ മനസ്സോട് ജീവിക്കാം. തീർച്ചയായും നമുക്ക് ഉന്നമനം മാത്രമേ ഉള്ളൂ. നാം എന്നും എന്നും ഉയരത്തിലേക്ക് പോകും. നമ്മുടെ യശസ്സും കീർത്തിയും വർദ്ധിക്കും. നാം അതിനുവേണ്ടി പ്രയത്നിക്കണം. നാം അതിനുവേണ്ടി പാടുപെടണം. നാം അതിനുവേണ്ടി തന്നെ ആയിരിക്കണം ജീവിക്കേണ്ടത്. ഓരോ വ്യക്തിയും സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാളും സമൂഹവും കൂട്ടായ്മയും അതാണ് പ്രധാനമായി വേണ്ടത്. തീർച്ചയായും സമൂഹവും സമൂഹത്തിനൊപ്പം ഓരോ വ്യക്തികളും വളരും. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം, അതായിരിക്കട്ടെ നമ്മുടെ പ്രയത്നം, അതായിരിക്കട്ടെ നമ്മുടെ കർത്തവ്യം. സർവേ ജനാ സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു. Karthik, Ravi, Aravind, Rahul, Narayanan, and Mavelli is none other than by Srinivasan, accompanied by it is our favorite Krishna ji. Thank you very much.